പെരിയാർ മലിനീകരണത്തിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ ഉത്തരവിട്ട പരിഹാര നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാത്തതിന്റെ കാരണം പരിശോധിക്കുമെന്ന് സംസ്ഥാന പരിസ്ഥിതി സെക്രട്ടറി. പ്രശ്നബാധിത മേഖലകൾ സന്ദർശിച്ച വിദഗ്ധ സമിതി 10 ദിവസത്തിനകം റിപ്പോർട്ട് നൽകും. അതേസമയം കൂടുതൽ പഠനങ്ങളിലല്ല, നേരത്തെയുള്ള റിപ്പോർട്ടുകൾ പ്രവൃത്തിയിൽ വേണമെന്ന് പെരിയാർ സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. പെരിയാറും സമീപ തോടുകളും രാസമാലിന്യം നിറഞ്ഞ് ഒഴുകി തുടങ്ങിയിട്ട് നാളുകളായെങ്കിലും ശാശ്വത പരിഹാരം ഇപ്പോഴും കാണാനായിട്ടില്ല. ഏറ്റവും ഒടുവിൽ മത്സ്യങ്ങൾ ചത്തുപൊന്തിയതോടെ വിഷയത്തിൽ പഠനം നടത്താൻ വിദഗ്ധ സമിതിയെ ഹൈക്കോടതി നിയോഗിച്ചു. സമിതി സിറ്റിംഗ് നടത്തി പെരിയാർ മലിനീകരണവുമായി ബന്ധപ്പെട്ട് ഹർജി നൽകിയവരെയും മറ്റ് ഉദ്യോഗസ്ഥരെയും കേട്ടു. പെരിയാർ മലിനീകരണത്തിൽ ദേശീയ ഹരിത ട്രിബ്യൂണൽ ഉത്തരവിട്ട പരിഹാര നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാത്തതിന്റെ കാരണമടക്കം പരിശോധിക്കുമെന്ന് വിദഗ്ധ സമിതി. ഇപ്പോൾ സ്ഥലം മേള സന്ദർശിച്ച ശേഷം നമ്മൾ നാളെ ഒരു കളക്ടറുടെ സാന്നിധ്യത്തിൽ ഒരു ജില്ലാ ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് കൂടി നമ്മൾ വിളിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വരുന്ന ആ ഒരു ഇൻപുട്സ് ബേസിസിൽ നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് ബഹുമാനപ്പെട്ട കോർട്ടിയുടെ മുൻപാകെ നമ്മൾ സമർപ്പിക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ ആൾക്കാർ എന്തായാലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിലെ ഫോട്ടോഗ്രാഫ് അടക്കം അദ്ദേഹം സമർപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് തീർച്ചയായിട്ടും ഒരു ഉചിതമായിട്ടുള്ള ഒരു റിപ്പോർട്ട് നമ്മൾ ബഹുമാനപ്പെട്ട കോർട്ടിന് മുൻപാകെ നമ്മൾ സമർപ്പിക്കും. പരിസ്ഥിതി സെക്രട്ടറി, മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ, അമിക്കസ് ക്യൂറി എന്നിവരടങ്ങുന്നതായിരുന്നു വിദഗ്ധ സമിതി. ഉദ്യോഗസ്ഥർക്കൊന്നും പരിഹാരം അറിയാത്തതല്ല, മറിച്ച് അത് നടപ്പാക്കാൻ മടിക്കുന്നതാണ് പ്രശ്നമെന്ന് പെരിയാർ സംരക്ഷണ സമിതി കുറ്റപ്പെടുത്തി. ഒരു ഓട്ടോറിക്ഷയിൽ പെട്ടി ഓട്ടോറിക്ഷ കയറ്റി കൊണ്ടുപോകാനുള്ള സ്റ്റഡീസുകളുണ്ട്. അതനുസരിച്ചിട്ടുള്ള കുറെ നിർദ്ദേശങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കാൻ. ഇതൊന്നും ഇതിനകത്ത് ഇതുവരെ തയ്യാറാകാണ്ട് പുതിയ പഠനങ്ങൾ കൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ കഴിയില്ല. ജില്ലാ കളക്ടറെയും വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെയും കേട്ട ശേഷമാകും 10 ദിവസത്തിനകം വിദഗ്ധ സമിതി ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകുക. മത്സ്യക്കുരുതി മാത്രമല്ല, പെരിയാറിലെ മാലിന്യ പ്രശ്നങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളും റിപ്പോർട്ടിലുണ്ടാകും. ജനം, കൊച്ചി.